ഹായ് നമസ്കാരം, എൻ്റെ ജീവിതത്തിലേക്ക് സ്വാഗതം. വരും. ഞങ്ങളങ്ങനെ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ശാന്തസുന്ദരമായ പ്രകൃതി മനോഹരമായ സ്ഥലത്ത് ചായ കുടിക്കാൻ വന്നിട്ടുള്ളൂ. കണ്ടോ, നല്ല ശാന്തസുന്ദരമായ സ്ഥലം. അപ്പം ഞങ്ങളങ്ങനെ ചായ കുടിച്ച് കൊണ്ടിരിക്കുമ്പോൾ വളരെ സങ്കടം തോന്നിക്കുന്ന ഒരു വേദന തരുന്ന ഒരു വീഡിയോ ഞങ്ങൾ കാണാനിടയായി. വീഡിയോ അല്ല, നമ്മളൊരു കാഴ്ച കാണാനിടയായി. ആ കാഴ്ചയാണ് നിങ്ങളെയും കൂടി ഞാൻ കാണിക്കുന്നത്. അപ്പം നിങ്ങളെന്താ വേണ്ടേ, ഇത് മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. ഇതുപോലുള്ള സംഭവങ്ങൾ നിങ്ങൾ സഹായ ഹസ്തങ്ങൾ നിങ്ങൾ ചെയ്തു കൊടുക്കുക. വീടിൻ്റെ പരിസരത്തോ എവിടെ കണ്ടാലും ഭക്ഷണം നിങ്ങൾ ചെയ്തു കൊടുക്കുക. ഓക്കെ, അപ്പോൾ വീഡിയോയിലേക്ക് കടക്കാം. ഓക്കെ, വരും. നമ്മൾ ചായ കുടിച്ചുകൊണ്ടിരിക്കുക. ഓക്കെ, അപ്പോൾ വീഡിയോയിലേക്ക് വരും എല്ലാവരും. അങ്ങനെ നിന്നിട്ട് നമ്മൾ ചായ ഇങ്ങനെ കുടിക്കുന്നത്. ചായ കുടിക്കുമ്പോൾ കണ്ടത് ഇവിടെ ഈ വേസ്റ്റ് ഇടുന്ന കൊട്ടയുണ്ട്. ഈ കൊട്ടയിലെ പാവം ഈ കാക്കകളും പക്ഷികളെല്ലാം വന്നിട്ട് ഭക്ഷണം കിട്ടുമോ, വിശക്കുന്ന ഭക്ഷണം കിട്ടുമോ എന്ന് വിചാരിച്ചിട്ട്, എന്തെങ്കിലും കിട്ടുമെന്ന് വിചാരിച്ചിട്ട് അതിങ്ങനെ വരുവാൻ കളിക്കുമെന്ന് ഭക്ഷണത്തിന് വേണ്ടിയിട്ട് കളിക്കുമെന്നത്. അതിൻ്റെ ആ ദയനീയ അവസ്ഥ കാണുമ്പം വളരെ സങ്കടം തോന്നി. അങ്ങനെ ഒടുവിൽ ഈ വീഡിയോ എടുത്ത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഭക്ഷണം കൊടുത്തു കേട്ടോ. അത് ഓരോ കഷ്ണം നമ്മുടെ ഈ ബന്നില്ലേ, ബന്നിങ്ങനെ പൊട്ടിച്ച് കൊടുത്ത് ഓരോ കഷ്ണം കൊടുക്കുമ്പോൾ അത് കഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഇങ്ങനെ കണ്ടത് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരേ വീഡിയോ എടുത്ത് തന്നതാണ്. കാരണം നമ്മളെ വീട് പരിസരത്തും എല്ലാം ഇതേപോലെ പക്ഷിമൃഗാദികൾ വരുമ്പം ഒരേ ചെറിയ പാത്രത്തിൽ വെള്ളം വെക്കുക, എന്തെങ്കിലും ഭക്ഷണ പദാർത്ഥങ്ങൾ ആയിട്ട് ഇടുക, അത് വന്ന് കൊത്തി കഴിച്ചോളൂ. നോക്കൂ ആ കാക്കകൾ. പക്ഷേ അതിന് പേടിയുണ്ട് എല്ലാവരും, നമ്മളെല്ലാം പേടിയുണ്ട്, ഭയമുണ്ട്. ഇങ്ങനെ ഭയം, നമ്മളെ ഉപദ്രവിക്കുമോ എന്നുള്ളൊരു ഭയം. അങ്ങനെയാണ് പമ്മി കളിക്കുന്നത്. അത് അടുത്ത് വരുന്നില്ല. ചില കാക്കകൾ അടുത്ത് വരും ഭയമില്ലാതെ, കാരണം ശീലമായല്ലോ, നമ്മളിങ്ങനെ ഭക്ഷണം കൊടുക്കുന്നുണ്ടല്ലോ, അതുകൊണ്ട് അതിന് ഭയമില്ലാതെ അത് ചെറിയ കാക്കകൾ വരുന്നുണ്ട്. അതേപോലെ നിങ്ങൾക്ക് അനുഭവങ്ങളുണ്ട്, സ്ഥിരമായിട്ട് പക്ഷികൾക്ക് കൊടുക്കുന്ന പക്ഷി ഭയമില്ലാതെ അടുത്ത് വരുന്നത് കാഴ്ചകൾ എത്രയോ നമ്മൾ കണ്ടിട്ടുണ്ട്. അതുപോലെ ചില കാക്കകൾ ഇത് കണ്ടോ, ഈ കച്ചവടക്കാർ ഒരു പാത്രത്തിൽ വെള്ളം ആ മതിലിൻ്റെ മേലെ വെച്ച്, അതുകൊണ്ട് പക്ഷികൾ വന്നിട്ട് അതിൽ വെള്ളം കുടിക്കുന്നുണ്ട്. അത് കാണുന്നില്ലേ, അത് നല്ലൊരു ആശ്വാസജനകമാണ് ഈ വേനൽക്കാലത്ത്. അപ്പോൾ നമ്മളെല്ലാവരും ആ ഒരു കരുണ കാണിക്കണം. അതുകൊണ്ടാണ് ഞാനൊരു ഇതുപോലത്തെ ഒരു വീഡിയോ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. ഒരു ബോധോദയം വരട്ടെ എല്ലാവർക്കും, അല്ലേ? നമ്മുടെ ചുറ്റുപാടുമുള്ള നമ്മൾ മാത്രം കുടൽ നിറച്ചാൽ പോരല്ലോ, നമുക്ക് ചുറ്റുമുള്ളവർക്കും കൂടി വയറ് നിറക്കേണ്ട മനസ്സ് എല്ലാവർക്കും ഉണ്ടാകണം, അല്ലേ? അതല്ലേ വേണ്ടത്. അല്ല, അത് വെള്ളം കുടിക്കുമ്പോൾ അതിൻ്റെ ആശ്വാസം, നമ്മൾ ചായയോ അല്ലെങ്കിൽ വെള്ളം കുടിക്കുമ്പോൾ നമുക്ക് ഒരു ആശ്വാസം കിട്ടുന്നില്ലേ, മാനസികമായിട്ട് മനസ്സിൽ ഒരു സന്തോഷം കിട്ടുന്നില്ലേ. അപ്പോൾ അത് കുടിക്കുമ്പോൾ അതിൻ്റെ മനസ്സിലും അങ്ങനെ ഒരു സന്തോഷം ഇങ്ങനെ ഉണ്ടാകും. അപ്പോൾ നിങ്ങളെന്താ വേണ്ടതെന്ന് വെച്ചാൽ ഈ വീഡിയോ കണ്ടിട്ട് ഒന്ന് പരമാവധി ഒന്ന് ഷെയർ ചെയ്ത് മാത്രം പോരാ, അതിൽ കമൻറ്റ് ലൈക്കെല്ലാം തരുക, പ്രോത്സാഹിപ്പിക്കുക. അപ്പോൾ എൻ്റെ ജീവിതം എന്ന യൂട്യൂബ് ചാനൽ എല്ലാവരും ഒന്ന് കാണുക. ഒരുപാട് നല്ല നല്ല വീഡിയോകളുണ്ട്, ഷോർട്സ് വീഡിയോസ് ഉണ്ട്, ഞാൻ അവതരിപ്പിച്ച ഷോർട്സ് വീഡിയോസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം മറക്കാതെ എല്ലാവരും ഒന്ന് കാണാൻ ശ്രമിക്കുക കേട്ടോ. ഇതേ നോക്കൂ, വീണ്ടും ആ കാക്ക വരുന്നുണ്ട്. ആ കൊട്ടയിൽ എന്തെങ്കിലും ഉണ്ടാവുമോ? പക്ഷേ അതിൽ ചിലതിൽ കഷ്ണങ്ങളുണ്ടാവും. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ എല്ലാം ഒന്ന് മുഴുവനായിട്ട് കാണുക, ഒന്ന് ഷെയർ ചെയ്യുക, കമൻറ്റ് ലൈക്ക് തരിക, പ്രോത്സാഹിപ്പിക്കുക. അപ്പോൾ എല്ലാവർക്കും ഇത് ഒരു പ്രചോദനമാകട്ടെ എന്ന് ആശംസിക്കുന്നു. അടുത്ത വീഡിയോ ആയിട്ട് വരാം. ഓക്കെ, ബൈ.